നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സമാനതകളില്ലാത്ത ആക്രമണമാണ് ഗാസയിൽ കഴിഞ്ഞ 48 മണിക്കൂറായി ഇസ്രായേൽ നടത്തുന്നത്. അൽമവാസി അഭയാർത്ഥി ക്യാമ്പിനെതിരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ മധ്യ ഗാസയിൽ നിരവധി തവണ ബോംബാക്രമണങ്ങളും റോക്കറ്റ് ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അവശേഷിക്കുന്ന ഒരു ക്യാൻസർ ആശുപത്രി കൂടി ഗാസയിൽ പൂട്ടിയെന്ന തുർക്കിയുടെ വലിയ കുറ്റപ്പെടുത്തലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗാസയിൽ മാത്രം കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നിരവധി പേർ, നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 10-ലധികം സ്കൂളുകളെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചതെന്ന് പാലസ്തീൻ അനുകൂലമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഫയിലും മധ്യ ഗാസയിലും വടക്കൻ ഗാസയിലും അടക്കം ആക്രമണം എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേലി സേനയ്ക്ക് ഭരണകൂടം നൽകിയിരിക്കുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ഗാസയിലെ ആക്രമണം അവസാനിപ്പിച്ചിട്ട് ലെബനനിലേക്ക് തിരിയുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഹിസ്ബുള്ള ഭീകരർ കഴിഞ്ഞ ദിവസവും ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. 2 ഡ്രോണുകളെയും ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിന് പിന്നാലെ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ ഭാഗത്തു നിന്നുണ്ടായി. ലെബനനിലെ വിവിധ പ്രദേശങ്ങളിലേക്ക്, സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്കൊക്കെ ഇസ്രായേൽ റോക്കറ്റ് ആക്രമണം നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. സിറിയയുടെ ഭാഗത്ത് നിന്ന് ആരാണ് ഇസ്രായേലിനെ ആക്രമിച്ചാലും അവരുടെ ഭൂപരിധിയിൽ നടക്കുന്ന ആക്രമണത്തിന് ഉത്തരവാദി സിറിയ തന്നെ ആയിരിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയുണ്ടായി. ലെബനോനെയും ഹിസ്ബുള്ളയും ആക്രമിക്കാനുള്ള തീരുമാനം നേരത്തെ ഇസ്രായേൽ എടുത്തിരുന്നു. ഗാസയിലെയും റഫയിലെയും ആക്രമണങ്ങൾ അവസാനിപ്പിച്ച ശേഷം ലെബനനിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം. അതേസമയം ഒത്തുതീർപ്പ് ചർച്ചകളെല്ലാം ആകെ പ്രതിസന്ധിയിലായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ 2 ദിവസം മുൻപ് വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ച ശേഷവും ഗാസയിലും റഫയിലും ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിനും ഇസ്രായേൽ സേന മടിക്കുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെയൊക്കെ അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആശുപത്രികളടക്കമുള്ള കേന്ദ്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ സേന നടത്തിയത്. അങ്ങനെ ക്യാമ്പുകളിൽ വലിയ തോതിലുള്ള പരിശോധനകൾ, ആഴ്ചകൾ നീണ്ടുനിന്ന പരിശോധനകൾ നടത്തി ഒരു പരിധിവരെ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള സിവിലിയൻസിനെ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ഇസ്രായേൽ സേനയെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ റഫയിലും മധ്യ ഗാസയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് പേരുണ്ട്. ആ ലക്ഷക്കണക്കിന് പേർക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസിൻ്റെ ഭീകരവാദികളെന്ന് ഇസ്രായേലി സൈന്യത്തിന് വിവരം ലഭിക്കുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൻ്റെ അടിയിൽ ഭൂഗർഭ തുരങ്കത്തിലാണ് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കൾ ഉണ്ടായിരുന്നതെന്ന് ഇസ്രായേൽ സേന തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അബു സലാല, ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബു സലാല, ഖാൻ യൂനിസിൻ്റെ ചുമതലയുണ്ടായിരുന്ന കമാൻഡർ അബു സലാല ആ അഭയാർത്ഥി ക്യാമ്പിലേക്ക് നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഭീകര നേതാവ് കൊല്ലപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും മൊസാദിന് ഒരു തീർച്ചയില്ല. അങ്ങനെ ഓരോ അഭയാർത്ഥി ക്യാമ്പുകൾക്കും താഴെ, ആ അഭയാർത്ഥി ക്യാമ്പുകൾക്കടിയിൽ ആ അഭയാർത്ഥി ക്യാമ്പുകളെ കവചമാക്കിക്കൊണ്ടാണ് ഈ ഹമാസ് ഭീകരവാദികൾ ഇപ്പോഴും തുടരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്രമണം ക്യാമ്പുകൾക്ക് നേരെ നടത്താൻ ഇസ്രായേൽ സേന തീരുമാനിച്ചിരിക്കുന്നത്. പടുകൂറ്റൻ ബോംബുകൾ, മാരക പ്രഹരശേഷിയുള്ള ബോംബുകളും റോക്കറ്റുകളുമാണ് ഗാസയിലും റഫയിലും ഇസ്രായേലി സേന ഇപ്പോൾ ഉപയോഗിക്കുന്നത്. തച്ചു തകർക്കുകയാണ് എല്ലായിടങ്ങളും. ഗാസയിൽ നിന്നുള്ള ചില ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ മധ്യ ഗാസയിലും ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിലുമൊക്കെ റോഡുകളെല്ലാം വിജനമാണ്. തെരുവുകളിൽ ശവശരീരങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. മണിക്കൂറുകൾ ഇടവിട്ടാണ് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഗാസയിൽ സംസ്കരിക്കുന്നത്. തെരുവുകൾ ചോരക്കളമായിരിക്കും. അംഗഭംഗം വന്ന മൃതശരീരങ്ങളാണ് പലയിടത്തും കിടക്കുന്നത്. മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളുമൊക്കെ ഏറെയാണ്. ഇവരുടെ മൃതശരീരങ്ങൾ പോലും യഥാവിധി അടക്കം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആശുപത്രികളെല്ലാം അടച്ചുപൂട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി ചികിത്സ നൽകാനുള്ള ഒരു സംവിധാനമില്ല. കഴിഞ്ഞ ദിവസമാണ് അവശേഷിക്കുന്ന ഏക ക്യാൻസർ ആശുപത്രി കൂടി ഗാസയിൽ അടച്ചുപൂട്ടപ്പെട്ടത്. ആരോഗ്യ പ്രവർത്തകരെല്ലാം ജീവൻ കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. സന്നദ്ധ പ്രവർത്തകർക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. നിരന്തരമായി ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നു. ഹമാസിൻ്റെ ഭീകരവാദികൾ ഉണ്ടെന്ന് സംശയം തോന്നുന്ന ഇടങ്ങളെല്ലാം തന്നെ തച്ചു തകർക്കുകയാണ് ഇസ്രായേലി സേന.
100-ലധികം കിലോമീറ്റർ തുരങ്കങ്ങൾ ഇനിയും ഗാസയിൽ അവശേഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ സേന കണ്ടെത്തിയിരിക്കുന്നത്. ആ തുരങ്കങ്ങൾക്കുള്ളിലാണ് അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരും ഹമാസ് ഭീകര നേതാക്കന്മാരും ഒളിച്ചിരിക്കുന്നത്. ആ തുരങ്കങ്ങളെ തകർക്കുക, ആ തുരങ്കങ്ങൾക്കൊപ്പം ഹമാസ് ഭീകരവാദികളെയും തീർക്കുക, ഇതാണ് ഇസ്രായേലിൻ്റെ അവസാന പോരാട്ട രീതി. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വലിയ തോതിലുള്ള ആക്രമണം, ചിന്തിക്കാനാവുന്നതിനും അപ്പുറമുള്ള ആക്രമണമാണ് ഗാസയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഇസ്രായേൽ സേന നടത്തുന്നതെന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. നിരവധി മരണങ്ങൾ സംഭവിക്കുന്നു. മരണസംഖ്യ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. അറബ് അനുകൂല മാധ്യമമായ അൽ ജസീറ നൽകുന്ന ചില വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ വമ്പൻ ആക്രമണങ്ങൾ നടക്കുന്നു, അതിനേക്കാളൊക്കെ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് യുദ്ധാനന്തര ഗാസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചൈനയുടെ തന്ത്രപരമായ ഇടപെടൽ. അതായത് പാലസ്തീനിൽ നിരവധി രാഷ്ട്രീയ സംഘടനകളുണ്ട്. അതിൽ തന്നെ പരസ്പരം പോർ വിളിച്ചുകൊണ്ട് പരസ്പരം പോരടിച്ചു നിൽക്കുന്ന 2 സംഘടനകളാണ് ഹമാസും ഫത്തയും. ആ 2 സംഘടനകളെയും അടുത്തയാഴ്ച ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു ചൈനയുടെ മധ്യസ്ഥതയിൽ. ചൈനയിലാണ് ചർച്ച നടക്കുക. യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ചയെന്നാണ് ചൈന വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഗാസയിൽ ചൈനയുടെ തന്ത്രപരമായ ഇടപെടലായിട്ടാണ് ഇസ്രായേൽ ഇതിനെ കാണുന്നത്. അമേരിക്കയും ഗൗരവത്തോടു കൂടി തന്നെയാണ് ചൈനയുടെ ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്. കാരണം ചൈന ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഹമാസിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അമേരിക്കയുടെയും ഇന്ത്യയുടെയും അടക്കമുള്ള ശക്തമായ ഇടപെടലുകൾ കൊണ്ട് തന്നെ പിന്നീട് ചൈന ഈ യുദ്ധത്തിൽ ഇടപെടുന്നതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് ഹമാസിനെ പിന്തുണയ്ക്കുകയോ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ, അതായത് യുദ്ധം അവസാനിക്കാറാകുന്ന ഘട്ടത്തിൽ, ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ, യുദ്ധത്തിൽ പൂർണ്ണമായും ഇസ്രായേലി സേന വിജയിക്കുമെന്ന് ഉറപ്പായ ഘട്ടത്തിലുള്ള ചൈനയുടെ ഇടപെടൽ, അതിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത്. കാരണം യുദ്ധാനന്തര ഗാസയിലെ ഒരു തരി മണ്ണ് പോലും തങ്ങൾക്ക് വേണ്ട എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പാലസ്തീന് യുദ്ധാനന്തര ഗാസയുടെ അധികാരം നൽകില്ല. യുദ്ധാനന്തര ഗാസയിൽ പാലസ്തീൻ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ലെന്നും അന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. സൗദി അറേബ്യ പോലെ വിശ്വാസമുള്ള അറബ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം നൽകാം. അല്ലെങ്കിൽ ആ അറബ് രാജ്യങ്ങൾ നിർദ്ദേശിക്കുന്ന രാജ്യങ്ങൾക്കോ സംഘടനകൾക്കോ ഈ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം നൽകാമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അപ്പോഴും ഈ യുദ്ധാനന്തര ഗാസയ്ക്ക് തൊട്ടടുത്ത് ഉള്ള പ്രദേശങ്ങളിൽ വമ്പൻ സൈനിക താവളങ്ങൾ ഇസ്രായേൽ നിർമ്മിക്കും. ഇസ്രായേലിൻ്റെ നിതാന്ത ജാഗ്രതയിൽ തന്നെയായിരിക്കും, നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ഗാസ പിന്നീട് ഉണ്ടാവുക. ഒരിക്കലും ഇനി ഹമാസ് തിരിച്ചു വരരുത്, ഹമാസിൻ്റെ ഒരു പുനരുജ്ജീവനം ഒരിക്കലും ഗാസയിൽ ഉണ്ടാകരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച നടക്കുമ്പോഴാണ് യുദ്ധാനന്തര ഗാസയെക്കുറിച്ച് ചൈന ഇപ്പോൾ ചില നിലപാടുകൾ വ്യക്തമാക്കാൻ പോകുന്നത്. യുദ്ധാനന്തര ഗാസയിൽ എല്ലാ പാലസ്തീൻ സംഘടനകളും ഒന്നുപോലെ മുന്നോട്ട് പോകണം. ആ പാലസ്തീൻ സംഘടനകളുടെ ഐക്യമായിരിക്കും. ആ പാലസ്തീൻ സംഘടനകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ മാത്രമേ യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണം വേഗത്തിലാക്കാൻ കഴിയൂ. ഇതൊക്കെയാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. എന്നാൽ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടിയാണ് ഇസ്രായേൽ കണക്കൂട്ടുന്നത്. കാരണം ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഗാസയെ പിന്തുണയ്ക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഇത്രയും കാലം ചൈന ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഹമാസിനെയും ഫത്തയെയും ചൈന ക്ഷണിച്ചതിനെ ഏറെ സങ്കീർണമായ ഒരു നീക്കമായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും വിലയിരുത്തുന്നത്.